1919 ജാലിയൻ വാലാബാഗ് വെടിവയ്പ്പാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല. പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ ജനങ്ങളെ വളഞ്ഞിട്ട് വെടിയുണ്ട തീരുന്നവരെയും ബ്രിട്ടീഷ് പട്ടാളം നിറയൊഴിച്ചു. മരിച്ചവരുടെ മതിപ്പ് കണക്ക് 379 മുതൽ 1500 വരെയാണ്. 1200 പേർക്ക് പരിക്കുമേറ്റു. പുന്നപ്ര വയലാർ സമരം ജാലിയൻ വാലാബാഗിനെ കവച്ചു വെച്ചേക്കാം. ഇവിടെ മരിച്ചു വീണവരുടെ മതിപ്പ് കണക്ക് 190 മുതൽ 2000 വരെയാണ്. ജാലിയൻ വാലാബാഗിനെ പോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിൽ രക്തസാക്ഷികൾ ആയവരുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കുകളില്ല. ശേഖരിക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ 79 വർഷം പിന്നിട്ട ശേഷം പൂർണ്ണ വിവരശേഖരണം അത്രത്തോളം സാധ്യവുമല്ല. പുന്നപ്ര വയലാർ സമരത്തിൽ അനേകം ധീരന്മാരുടെ രക്തപ്പുഴ ഒഴുകി വയലാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തനക്ഷത്രമാണ്. മേനാശ്ശേരിയിലെയും ഒളത്തലയിലെയും അക്രമം നടത്തിയ സമയം തന്നെ വയലാർ ക്യാമ്പിനെയും ആക്രമിക്കാനായിരുന്നു പട്ടാളം തീരുമാനിച്ചത്. മാരാരിക്കുളം പാലം പുനഃസ്ഥാപിക്കാത്തതിനാൽ കരയിലൂടെ വയലാറിലെത്താൻ കഴിയില്ല. തുടർന്ന് കായലിൽ കൂടി ബോട്ടിൽ വയലാറിലെത്തി ആക്രമിക്കുവാൻ തീരുമാനിച്ചു. തുലാം 9 പാതിരാത്രി ബോട്ടിൽ പട്ടാളം വയലാറിനെ ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ ഇതറിഞ്ഞ സഖാക്കൾ കരിങ്കൽ ചീളുകൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ അവർ തിരികെ മടങ്ങി. തുലാം 10 ഉച്ചയ്ക്ക് 12 മണിക്ക് പട്ടാളം ക്യാമ്പ് ചെയ്തിരുന്ന ചേർത്തല ടിബിയിൽ നിന്നും അവർ ബോട്ടിൽ കയറി. DSP വൈദ്യനാഥ അയ്യരായിരുന്നു നേതൃത്വം വഹിച്ചിരുന്നത്. 5ഓളം ബോട്ടുകളിലായി 500ഓളം പട്ടാളക്കാർ വയലാറിനെ ലക്ഷ്യമാക്കി നീങ്ങി. ക്യാമ്പിലുള്ള സഖാക്കൾ 12:30 ആഹാരം കഴിക്കാൻ ഒരുങ്ങവെയാണ് ആ ഇരമ്പൽ ശബ്ദം കേട്ടത്. വയലാറിനെ ലക്ഷ്യമാക്കി കിഴക്കുനിന്ന് വരുന്ന ബോട്ടുകൾ അവർ കണ്ടു. വാളണ്ടിയർമാരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി പല സ്ഥലത്താണ് ബോട്ട് അടുപ്പിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പട്ടാളക്കാർ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി. പരിശീലനം സിദ്ധിച്ച 200ഓളം വോളണ്ടിയർമാർ മാത്രമാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഈ സമരത്തിൽ അവരെ കൂടാതെ ആയിരക്കണക്കിന് നാട്ടുകാരും പട്ടാളത്തെ നേരിടാൻ രംഗത്തെത്തി. പട്ടാളക്കാർ തുരുതുര നിറയൊഴിച്ചു. 3 വശത്തു നിന്നും പാഞ്ഞെടുക്കുന്ന വെടിയുണ്ടകൾ നിരവധി മനുഷ്യരുടെ ജീവനെടുത്തു. കയ്യിലുള്ള വാരിക്കുന്തങ്ങളും ഇരുമ്പുവടികളും വെട്ടുകത്തിയും കോടാലിയും കരിങ്കൽ ചീളുകളും കൊണ്ട് വാളണ്ടിയർമാർ പട്ടാളത്തെ നേരിട്ടു. ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച ആ മനുഷ്യക്കുരുതി വൈകിട്ട് 5 വരെ തുടർന്നു. ആയിരങ്ങളുടെ ജീവനെടുത്ത ശേഷമാണ് തോക്കുകൾ നിശബ്ദമായത്. സമര പോരാട്ടങ്ങളുടെ ഭാഗമായി പാതി ജീവൻ നഷ്ടപ്പെട്ട് ജീവിച്ചവരും അംഗഭംഗം വന്നവരും നിരവധി. 79 ആണ്ടുകൾ കഴിയുമ്പോഴും പുന്നപ്ര വയലാർ സമര സേനാനികൾ ഉന്നയിച്ച മുദ്രാവാക്യത്തിന് ഇന്നും പ്രസക്തിയേറെയാണ്. സാമ്പത്തികവും സാമൂഹികവുമായ 27 ആവശ്യങ്ങളാണ് അവർ ഉയർത്തിയത്. സമരനായകൻ TV തോമസ് അന്ന് പുറത്തിറക്കിയ സർക്കുലർ ഇത് വെളിപ്പെടുത്തുന്നു. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധി സഭ രൂപീകരിക്കുക, ഭരണഘടന രൂപീകരണ സമിതിയിലേക്ക് ജനപ്രതിനിധികളെ അയക്കുക തുടങ്ങിയവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. എന്നാൽ സമരക്കാരുമായി ചർച്ച നടത്തിയ സർ CP രാമസ്വാമി അയ്യർ അത്തരം രാഷ്ട്രീയ ആവശ്യങ്ങൾ പിൻവലിക്കണമെന്നും കൂലി വർധനവും ബോണസും ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നും ഉറപ്പു നൽകി. എന്നാൽ വ്യക്തി താല്പര്യങ്ങളെക്കാൾ നാടിന്റെ സ്വാതന്ത്ര്യമാണ് വലുതെന്ന നിലപാടായിരുന്നു അമരത്വം നേടിയ ആ ധീര യോദ്ധാക്കളുടേത്. കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് രണശോഭ ചാർത്തിയ പോരാളികളുടെ വീരചരിത്രം ജനമനസ്സുകളിൽ നിലനിൽക്കും.